ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഇറ്റ് ഡു ഇറ്റ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി തീരുമാനിച്ച് അതിനെത്താനുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസുമാണ് ഈ വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്കൊരു പുതിയ ടിപ്സുമായി വരാം. ഒരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഒരുപാട് വിവാഹാലോചനകൾ മകൾക്ക് വന്നു. പക്ഷേ രാജാവ് ആർക്കും വിവാഹം കഴിച്ചു കൊടുത്തില്ല. അങ്ങനെ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നാട്ടിൽ കൂടുതൽ ധൈര്യമുള്ള ആൾക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും. അങ്ങനെ ആ നാട്ടിൽ പ്രദേശത്ത് ഒരു വലിയ വിശാലമായ കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ നിറയെ മുതലകളായിരുന്നു. ആര് കുളത്തിൽ ചാടിയാലും മുതല ഭക്ഷിക്കും. ആ കുളം നീന്തി കിടക്കുന്ന ആളുകൾക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാമെന്നാണ് രാജാവ് പ്രഖ്യാപിച്ച ഓഫർ. അങ്ങനെ ഈ പ്രഖ്യാപനം കേട്ടുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഈ കുളക്കരയിൽ തടിച്ചുകൂടി. കൂടുതൽ കാണികളായിരുന്നു. ആരാണ്? എല്ലാവർക്കും അറിയാം ആ കുളം ആരും നീന്തി കടക്കുകയില്ല. നീന്തി കടക്കാൻ അത് ധൈര്യശാലി മാത്രമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ മെജോറിറ്റി ആളുകളും കാണികളായിട്ടാണ് അവിടെ ഒരുമിച്ച് കൂടിയുള്ളത്. അങ്ങനെ നീണ്ട സമയം പിന്നിട്ടു. ആരും ചാടാൻ റെഡിയായില്ല. കുറെ കഴിഞ്ഞപ്പോൾ വലിയൊരു സൗണ്ട് കേട്ടു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയോ നീന്തി രക്ഷപ്പെട്ട് അക്കരെ എത്തി. അപ്പോൾ അദ്ദേഹത്തെ ആരാണെന്ന് അയാൾ നോക്കിയപ്പോൾ എല്ലാവരും അയാൾക്ക് ചുറ്റും കൂടി. രാജാവ് വളരെ സന്തോഷമായി. അയാൾക്ക് തൻ്റെ മകളും കെട്ടിച്ചു കൊടുക്കും. മാത്രമല്ല, എന്താണോ ചോദിക്കുന്നത് കൊടുക്കാൻ രാജാവ് റെഡിയാണ്. അങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തിന് കൊണ്ടുവന്നു. എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് ചോദിച്ചാൽ ഫുള്ള് കിട്ടും. രാജഭരണം വരെ വേണമെങ്കിൽ രാജാവ് കൊടുക്കാൻ റെഡിയാണ്. മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിനപ്പുറമുള്ള ഓഫർ രാജാവ് അത്ര ധൈര്യവാനാണ്. രാജാവ് ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെയുള്ള ധൈര്യവാൻ ഈ നാട്ടിലുണ്ട്. അങ്ങനെ പക്ഷെ അയാൾ രാജാവിനോട് തിരിച്ചു പറയാം, എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട, മകൾ കെട്ടിച്ചേർന്നും വേണ്ട. എനിക്ക് കാര്യം അറിയേണ്ടത് ഒരു കാര്യമാണ്. ആരാണ് എന്നെ ഈ കുളത്തിലോട്ട് തള്ളിയിട്ടത്? അവനെ എനിക്കൊന്ന് കാണണം, അവനെ എനിക്കൊന്ന് ശരിയാക്കണം. ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ ഈ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് അല്ല, ക്രിയേറ്റീവ് അല്ല. പോസിറ്റീവ് ആണെങ്കിൽ ആ മകളെ കിട്ടി സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ഇത്തരം ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയില്ല. ഇത്തരം മോട്ടിവേഷണൽ ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ വരുന്നത്. താങ്ക്സ് ഓൾ.